Amen.
സ്തുതിയുണ്ടാകട്ടെ. For through the law I died to the law, so that I might live to God. I have been crucified with Christ, and it is no longer I who live, but it is Christ who lives in me. And the life I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for me. I do not nullify the grace of God, for if justification comes through the law, then Christ died for nothing. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 25 തിരുവചനങ്ങൾ 31 മുതൽ. എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്റെ
പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എവിടേക്ക് അച്ഛൻ കുർബാനയ്ക്ക് ക്ഷണിച്ചതിൽ ഈ ഒരു തിരുനാൾ അതിനെ തന്നെ മറിയം ത്രേസ്യയുടെ തിരുനാൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ അമ്മമാർക്കും ഫാമിലി സിസ്റ്റേഴ്സും എല്ലാവർക്കും ഈ പ്രവചനം മുഴുവനും സന്തോഷത്തോടെ നേരുന്നു. ഒപ്പം ഇന്ന് വേദപാഠത്തിൻ്റെ ദിവസം കൂടിയാണ്, തുടങ്ങുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ കുഞ്ഞുമക്കൾക്കും അവർ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിൽ ജ്വലിക്കുന്നതിനുള്ള പ്രാർത്ഥനയും അനുഗ്രഹവും ആശംസകളും നേരാണ്. എന്നെ ഇവിടേക്ക് അച്ഛൻ സംസാരിക്കായിരുന്നു. ഇത്രയും നാള് വിളിക്കുന്ന അച്ഛന്മാരെ അച്ഛൻ്റെ ജൂനിയർ അച്ഛന്മാരെയാണ് ക്ഷണിക്കാറെന്ന് പറഞ്ഞു. അവർ പ്രായം കൊണ്ട് അച്ഛൻ മുഖാണെങ്കിലും ജൂനിയർ പട്ടം കെട്ടിയിട്ട് ജൂനിയർ അച്ഛന്മാരെയാണ് വിളിക്കാറെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പ്രായം കൊണ്ടും ജൂനിയറാണ്, പട്ടം കൊണ്ടും ജൂനിയറാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും ജൂനിയറായ എന്നെ അച്ഛൻ സ്നേഹത്തോടു കൂടി ഇവിടേക്ക് ക്ഷണിച്ചതിൽ സാധനത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഉടുപ്പ് തയ്ക്കാനായിട്ട് ഇന്നലെ മേശമ വെച്ചിരിക്കുകയായിരുന്നു തുണി ഉടുപ്പ്. അപ്പോൾ ഞാൻ തയ്ച്ചു തന്നോളാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി ഉടുപ്പൊക്കെ തയ്ച്ച് കാലത്ത് അവിടെ ഹാങ്കറിനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്നേഹിക്കുന്ന സാധനത്തിനെ ക്ഷണിച്ചതിന് നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം, ഇതാണ് കേട്ടിട്ടുള്ള വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യം. ഇതിൽ വലതുവശത്തുള്ള ജനത്തോട് ഈശോ പറയുന്ന കാര്യമാണ്, ലോകാരംഭം മുതൽ നിങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. വളരെ സന്തോഷം ഉള്ള, അങ്ങനെ സന്തോഷം തോന്നുന്ന ഒരു വചനമാണ് ഈശോ നമ്മൾ പറയുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ് വലതുവശത്തുള്ളവരോട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, സ്വർഗം കരസ്ഥമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറയുന്നത് പോലെ ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള വാക്യം. അതായത് വിശക്കുന്നവനെ കണ്ടപ്പോൾ ഭക്ഷിക്കാൻ കൊടുത്തു, ദാഹിക്കുന്നവനെ കണ്ടപ്പോൾ കുടിക്കാൻ കൊടുത്തു, പിന്നെ വസ്ത്രമില്ലാത്തവനായി കണ്ടപ്പോൾ അവനെ വസ്ത്രം കൊടുപ്പിച്ചു, ഭവനമില്ലാത്തവനെ കണ്ടപ്പോൾ അവർക്ക് ഭവനം വെച്ചു കൊടുത്തു, പിന്നെ രോഗിയായി കണ്ടപ്പോൾ അവരെ സന്ദർശിച്ചു, ശുശ്രൂഷിച്ചു, അപ്പോൾ പരദേശിയായി സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ സ്വർഗം കിട്ടാനായിട്ടുള്ള വളരെ ലളിതമായൊരു മാർഗമായിട്ട് ഈശോ പറയാം. വളരെ ലളിതമാണ്. സ്വർഗം ലഭിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ളവരെ, ദരിദ്രരെ അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കും. അത് മതിയോ? ഉറപ്പായിട്ടും മതി. നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറിയം ത്രേസ്യയെ നമുക്ക് ഓർക്കാം. മറിയം ത്രേസ്യ ഇതൊക്കെ ചെയ്തവരാണ്. ഇതൊക്കെ ചെയ്ത് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ച വിശുദ്ധയാണ്. തിരുവചനത്തിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 1-ാമത്തെ വചനം പറയുകയാണ്, ദരിദ്രരെ സഹായിക്കുന്നവരെ കർത്താവ് രക്ഷിക്കും. അപ്പോൾ അതിൽ തന്നെ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, ദരിദ്രരെ സഹായിക്കുക, ആശ്രയിക്കുന്നവരെ സഹായിക്കുക, അവരെ അപ്രകാരമുള്ളവരെ കർത്താവ് രക്ഷിക്കും. പിന്നെ യെശയ്യായുടെ പുസ്തകത്തിലും ഇതുപോലെ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. 57-ാം അധ്യായം 8-ാമത്തെ തിരുവചനം തൊട്ട് പറയുകയാണ്, വിശക്കുന്നവരുമായ ആഹാരം പങ്കുവയ്ക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുക. ഇതാണ് യഥാർത്ഥമായ ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. ഉപവസിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റുന്നത് മാത്രമല്ല, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതുമാണ്, ദരിദ്രനെ ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ്, നഗ്നനെ ഉടുപ്പിക്കുന്നതാണെന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോണം ഈശോ തൻ്റെ ശിഷ്യന്മാർ
ശിഷ്യന്മാരോട് പറയാണ്, ഇതൊക്കെ നിങ്ങൾ വിശക്കുന്നവരുമായി പങ്കുവയ്ക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വർഗരാജ്യം കിട്ടും, അതിനുള്ള വലിയ എളുപ്പമുള്ളൊരു മാർഗമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ വരണം. അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇപ്രകാരം ദരിദ്രനെ സഹായിച്ച് അവർ വിശക്കുന്നവരുമായ ആഹാരം പങ്കുവച്ച് നഗ്നനെ ഒടുപ്പിച്ച് വിശുദ്ധയായി തീർന്ന വിശുദ്ധ മറിയം തെരേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ നമ്മോട് പറയുന്ന ഒരു കാര്യം, സ്നേഹത്തെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു ഹൃദയം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. വിശുദ്ധ മറിയം തെരേസ്യ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറുമേൽ മംഗളിയാൻ കുടുംബത്തിൽ തോമ കാന്ത ദമ്പതികളുടെ മകളായി 1876 ഏപ്രിൽ 26 ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചവളാണ് വിശുദ്ധ മറിയം തെരേസ്യ. എനിക്ക് ഈശോയെ, എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ, പരസ്നേഹ പ്രവൃത്തിയിലൂടെ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചവൾ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചവളാണ്. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ അവൾക്ക് ഈശോ കൊടുത്ത സമ്മാനമാണ് പഞ്ചക്ഷതം. ആ പഞ്ചക്ഷതം എന്ന് നമുക്കറിയാം, സ്റ്റിക് മാറ്റർ. അപ്പോൾ അത് അവൾ നേടിയെടുത്തത് ഈ ഒരു പരസ്നേഹ പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല, അവൾ ഈശോയെ അതിയായി സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയെ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ എല്ലാവരെയും ആസ്വദിക്കുന്നവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോ പറയുകയാണ്. ഒന്നാമത്തെ പൗലോസ് പറയുകയാണ്, 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസ് പറഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെ മറിയം തെരേസ്യാമ്മ തനിക്ക് സാധിക്കാവുന്ന വിധത്തിലൊക്കെ മറ്റുള്ളവരെ സഹായിച്ചും കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചും ദരിദ്രനെ സഹായിച്ചും മറ്റുള്ളവരോട് തെറ്റുകൾ ക്ഷമിച്ചും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സ്നേഹത്തോടു കൂടെ അത് ചെയ്തു എന്നുള്ളതാണ് മറിയം തെരേസ്യാമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ഭംഗി. അവൾ ഇതെല്ലാം ചെയ്തത് അത് ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അവളുടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ആ ഭംഗി പ്രകടമാകുന്നത്. അവൾ തനിക്ക് വേണ്ടിയല്ല ചെയ്തതൊന്നും, തൻ്റെ പേരിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടോ അല്ല ഇതൊന്നും അവൾ ചെയ്തത്. കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ പ്രേക്ഷിതയായി അവൾ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വിദ്യാഭ്യാസത്തിൻ്റെ കുറവിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ള കുറവിലുമൊക്കെ അവൾ പ്രവർത്തിച്ചതും തൻ്റേതായിട്ടുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞ്, കുടുംബത്തിൻ്റെതായിട്ടുള്ള സുരക്ഷിതത്വവും സുഖവും എല്ലാം വെടിഞ്ഞ് അവൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതും ദരിദ്രരെ ശുശ്രൂഷിച്ചതുമൊന്നും അവളുടെ അവൾക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് പേരിന് വേണ്ടിയിട്ടല്ല, അത് അവൾ സ്വന്തമാക്കിയ ഈശോയുടെ സ്നേഹത്തെ പ്രതി മാത്രമായിരുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ 10-ാം അധ്യായം 31-ാം തിരുവചനം നമുക്കറിയാം. എന്തെല്ലാം നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന മറിയം തെരേസ്യാമ്മയുടെ ജീവിതം. അവളെല്ലാം
പ്രവർത്തിച്ചത് ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അവൾ എല്ലാം പ്രവർത്തിച്ചത്. ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തപ്പോഴും നഗ്നനെ മുടിപ്പിച്ചപ്പോഴും എല്ലാം. പിന്നെ ഈ വിശുദ്ധ നമ്മോട് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ഈ സ്നേഹത്തോടു കൂടെ എല്ലാം ചെയ്യുമ്പോൾ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ്. സ്നേഹം അത് എന്താണ് സ്നേഹം എന്ന് പൗലോസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസിൽ 13-ാം വാക്യത്തിലൊക്കെ വിശ്വാസം, ശരണം, പ്രത്യാശ ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പോൾ ഈ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, മറ്റുള്ളവരുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന കാര്യം അതെല്ലാം സ്നേഹത്തോടെ ചെയ്യുമ്പോൾ മദർ തെരേസ പറയുന്ന മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് തന്നെ ചെയ്യുമ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, കുഞ്ഞു കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടെ ചെയ്യാൻ മദർ തെരേസ നമ്മോട് പറയും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്ന് വചനഭാഗത്ത് കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാവുന്ന നന്മയെല്ലാം വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കും. അപ്രകാരം എല്ലാം ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ച് തൻ്റെ ജീവിതം പൂർണ്ണമായും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഉന്നമനത്തിനുമായി കാഴ്ചവെച്ച മറിയം ത്രേസ്യായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈ ഒരു ദിവസം പൂർണ്ണമായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ എല്ലാവരും നമുക്ക് ഓർക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 21-ാം വാക്യം മുതലുള്ള വചനഭാഗത്ത് പത്രോസ്ലീഹായോട് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പത്രോസ്ലീഹായോട് ഈശോ ചോദിക്കും, നീ എല്ലാവരേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ്ലീഹ പറയും, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെയും ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ പറയും, കർത്താവേ, സ്നേഹിക്കുന്നു. 3-ാം തവണയും പത്രോസ്ലീഹായോട് ഈശോ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ 3-ാമത്തെ തവണയും പത്രോസ്ലീഹ ആലോചിച്ചിട്ടാണ് ഉത്തരം പറയാം. നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ നമ്മോട് വചനഭാഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അന്തസത്ത, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്, മറ്റുള്ളവരെ സഹായിക്കുന്നതെല്ലാം ഈ ചെറിയ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞ ഈശോയുടെ വാക്കിൻ്റെ അന്തസത്ത അത് ഈശോയെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈശോയെ സ്നേഹിക്കാൻ. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നതിലൂടെ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പത്രോസ്ലീഹായോട് കഴിഞ്ഞിട്ട് പറയും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കുക എന്ന് കൂടി പറയും. ഈശോയെ സ്നേഹിക്കുന്നവരെ ഈശോയെ അനുഗമിക്കണം. അപ്പോൾ ഈശോയെ എപ്രകാരമാണ് അനുഗമിക്കുന്നത്? ഈശോയെ അനുഗമിക്കുന്നതിനുള്ള വലിയ മാതൃകയാണ് വിശുദ്ധ മറിയം ത്രേസ്യ നമുക്ക് തരുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനത്തിലുണ്ട് ഈശോയെ എങ്ങനെയാണ് അനുഗമിക്കേണ്ടതെന്ന്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. അങ്ങനെയാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറിയം ത്രേസ്യാമ്മ ഈശോയെ അനുഗമിക്കണം എന്ന് ആഗ്രഹിച്ചു, ഈശോയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ ഈശോയെ അനുഗമിക്കാൻ മറിയം ത്രേസ്യാമ്മ തീരുമാനിച്ചു. അവളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും, സങ്കടവും കുരിശുകളും എല്ലാം ഈശോയോട് ചേർത്ത് വെച്ചു, ഈശോയുടെ സ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചു. അപ്പോൾ പൂർണ്ണമായ സമർപ്പണം ഈശോയെ അനുഗമിക്കുന്നവർക്ക് ആവശ്യമുണ്ട്. അത് ത്യാഗമാണ്, അത് സ്നേഹമാണ്. മറിയം ത്രേസ്യാമ്മ നമ്മോട് പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. പൂർണ്ണമായി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യുക, അത് ആ സമർപ്പണം പൂർണ്ണമാക്കുക, നമ്മെ തന്നെ വിട്ടുകൊടുക്കുക ഈശോയുടെ സ്നേഹത്തിലേക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു കൊച്ചു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഡീക്കനായിരുന്ന സമയത്ത് ഞങ്ങളൊരു 10-22 വർഷത്തോളം ഞാൻ എൻ്റെ വീട് മുക്കാട്ടുകരയാണ്, തൃശ്ശൂർ മണ്ണത്തി അടുത്ത്. ആ മണ്ണത്തി മുക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10-22 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കായിരുന്നു. മാറി 8 വീടുകളായി അങ്ങനെ. അപ്പോൾ ഡീക്കനായി. അപ്പോൾ ഡീക്കനെ വാടക വീട് വേണ്ട, സ്വന്തമായിട്ട് വീടുണ്ടാകണമെന്ന് ഇടവകക്കാർക്ക് മുഴുവനും ആഗ്രഹം. എല്ലാവരും അത് ആഗ്രഹിച്ചു. അച്ഛനാവുമ്പോൾ ഒരു വീട് വേണം സ്വന്തമായിട്ട്,
അപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര കാശാണ്, സെൻറ്റിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു ആഗ്രഹമാണ് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ വീടിന് സ്ഥലം വാങ്ങി പണിയാനായിട്ടുള്ള നേരവും ഒന്നുമില്ല, പട്ടം അടുക്കാണ്. അപ്പോൾ ഇത് വീടുകളൊക്കെ അവരെ, അപ്പോൾ മദർ എൻ്റെ ചേച്ചി എൻ്റെ ഇടവകയിൽ ഒരു സന്യാസിനി കൂട്ടുകളും, അത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സാണ്. അപ്പോൾ മദറിന് ഭയങ്കര ആഗ്രഹം, പിന്നെ മദറിൻ്റെ കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു സിസ്റ്ററും. അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ ഉള്ള വീടുകളൊക്കെ അന്വേഷിച്ചു. അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയി അവരെ കണ്ടു. പിന്നെ പള്ളിയിൽ കുറച്ച് പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ മദറും സിസ്റ്ററും കൂടിയിട്ട് അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രോക്കർ ചേട്ടൻ പറഞ്ഞു, ഒരു സ്ഥലം കൊടുക്കാനുണ്ട്, അത് ഡീക്കനത് വന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ശരി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ബ്രോക്കർ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഡീക്കൻ്റെ അപ്പൻ വന്ന് കണ്ട് പണ്ട് എപ്പോഴും വന്ന് കണ്ടൊരു വീടാണ്, പക്ഷെ അത് പൈസ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇത് അപ്പൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ വീടാണ്. അപ്പൻ മരിച്ചു പോരുന്ന ആ സമയത്ത്, ഞാൻ സർട്ടിഫിക്കറ്റാണ് സമയത്ത് അപ്പൻ മരിച്ചായിരുന്നു. അപ്പം അപ്പനെ ആ വീട് ഇഷ്ടപ്പെട്ട വീടായിരുന്നു, പക്ഷെ വളരെ പൈസ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ വീടാണ്. ഞാൻ പറഞ്ഞു, അപ്പന് ഇഷ്ടപ്പെട്ട വീടല്ലേ, നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് പോയി കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമില്ല, പൈസ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ മദറിനെ വിളിച്ചു, മദറൊരു വീടുണ്ട്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മദറും സിസ്റ്ററും കൂടിയിട്ട് വന്നു. മദറും സിസ്റ്ററും കൂടിയിട്ട് വന്നിട്ട് വീട് അവർക്കും ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഓണറിനെ കണ്ടിട്ടില്ല. അപ്പോൾ 45 ലക്ഷത്തിന് മേലെയാണ് ആ വീടിന് വില. അപ്പോൾ അതിൻ്റെ ഓണറിനെ കണ്ടിട്ടില്ല, പൈസ എത്ര ആകുമെന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ മദറ് സിസ്റ്ററും ഇവിടെ അവിടെ രൂപങ്ങളൊന്നുമില്ല, പിന്നെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കുറേ. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു, മദർ പ്രാർത്ഥിച്ചു. മറിയ തെരേസയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഏതാണ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ മറിയ തെരേസയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ട്, മറിയ തെരേസയെ ഈ വീട് ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥനയുടെ അങ്ങനെ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. ഉള്ളിൻ്റെ ഞാനപ്പോൾ വിചാരിച്ചു, ദൈവമേ ഇത്രയും പേരുടെ കാശാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുകയെന്ന് ഞാൻ ഓർത്തിരുന്നു. പക്ഷേ തമ്പുരാന്റെ നാമത്തിന് മൊത്തത്തോട് ഞാൻ പറയാണ്, ഇന്ന് ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് എനിക്ക് തമ്പുരാൻ തന്നു. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. മറിയ തെരേസയുടെ പ്രാർത്ഥന നമ്മുടെ മദറിൻ്റെ വിശ്വാസമാണ്. മറിയ തെരേസയുടെ ആ വീട് നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഇതൊരു സാക്ഷ്യമാണ്. ശരിക്കും മറിയ തെരേസ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളിലും മറിയ തെരേസയുടെ മാധ്യസ്ഥം ഉണ്ടാകും. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രയത്നിച്ച, ഈശോയെ സ്നേഹിച്ച മറിയ തെരേസയുടെ ആ മാതൃകയും പ്രാർത്ഥനയെന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി വിശിഷ്ടാഘോഷിക്കുന്ന കുടുംബ സന്യാസി സമൂഹത്തിന് എല്ലാവർക്കും എല്ലാവരുടെയും പേരിലുള്ള ആശംസയും പ്രാർത്ഥനയും നേരുന്നു. കുഞ്ഞുമക്കൾക്കും ഒത്തിരി ആശംസയും പ്രാർത്ഥനയും നേരുന്നു. നമുക്ക്
ആഘോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ ഈ ബലിയുടെ കാഴ്ചയായ മറിയമ്മയുടെ കുടുംബാംഗങ്ങളെയും ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെയും വിശ്വാസ പരിശീലകരെയും കുട്ടികളെയും സമർപ്പിക്കുന്നു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള തീക്ഷ്ണതയാൽ ഞാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു എന്ന ത്രീസിയാണ് തീക്ഷ്ണതയും ചൈതന്യവും ഓരോ കുഞ്ഞുമക്കളിലും കർത്താവായ ദൈവമേ, ഈ ലോകത്തിൽ അമല്ലാതെ യാതൊന്നും വേണ്ട എന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ വിശുദ്ധ മറിയം ത്രേസ്യയെ അങ്ങ് അനുഗ്രഹിച്ചു. ഈ ലോകസുഖങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗം എന്ന ഏകനിക്ഷേപത്തിൽ ഹൃദയം ഉറപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ത്യാഗപൂർണവും സ്നേഹനിർമ്മലവുമായ ജീവിതത്തിലൂടെ തിരുസഭയിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാനും അനേകരെ അങ്ങിലേക്ക് ആകർഷിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ്. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അവിടുത്തെ സിംഹാസനമായ ഈ ബലിപീഠത്തെയും പാപമോചനമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന
മറിയം ത്രേസ്യായുടെ ഈ ഓർമ്മദിനത്തിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഈ ഭൂമിയിൽ കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രേക്ഷിതയായി ജീവിച്ച വിശുദ്ധ മറിയം ത്രേസ്യായെ പോലെ ഞങ്ങളും ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനും വിശുദ്ധ ജീവിതം വഴി അങ്ങയെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മറിയം ത്രേസ്യാ കന്യകയെ പാരിനു നൽകിയ ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ പാടിടാം. പാവനനാമം വാഴ്ത്തിടാം. സ്നേഹവും ഐക്യവും ആർദ്രതയും നിറയും ഭവനം തീർത്തവളാം മറിയം ത്രേസ്യാ നിങ്ങൾക്കായി പ്രാർത്ഥനയാൽ തുണയേകട്ടെ. കുരിശിന്മാർഗ്ഗം പുൽകിടാൻ തപസ്സിൻ പാദപുണർന്നിടാൻ ജീവിത സരണിയിലെന്നെന്നും കൃപ ചൊരിയട്ടെ സകലേശൻ. ജീവനെഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുവനന്തപുരം ജപം. പിതാവായ ദൈവത്തിന്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയമേ, മഞ്ഞ് പോലെ തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിന്റെ ഭയങ്കര സ്ഥിതി അങ്ങ് കാണണമേ. ഇതിന്മേൽ അങ്ങ് ദയയായിരിക്കണമേ. എന്നിലുള്ള അന്ധകാരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ദിവ്യസ്നേഹാഗ്നി കത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. സുഗത ജപം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ ദിവ്യസ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ ദിവ്യസ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ ദിവ്യസ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ. ഓരോ മക്കൾക്കും പ്രദാനം ചെയ്യണം. കാരണമായ കർത്താവെ, അവർ കയ്യിൽ പിടിച്ചിരിക്കുന്ന എല്ലാ കടമോപകരണങ്ങളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഈ സമയം അവരുടെ മേലും അവർ ഉപയോഗിക്കുന്ന എല്ലാ കടമോപകരണങ്ങളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വസിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ും
ത്രേസ്യ തുണയേകണമേ ഞങ്ങൾക്കായി. അനവരതം പാടുകയായി പുണ്യവരേ നിൻ തിരുനാമം. വിശുദ്ധയാം മറിയം ത്രേസ്യ തുണയേകണമേ ഞങ്ങൾക്കായി. സമ്മാനമേ അനവരതം പാടുകയായി പുണ്യവനേ നിൻ തിരുനാമം. വിശുദ്ധയാ മറിയം ത്രേസ്യ തുണയേകണമേ ഞങ്ങൾക്കായി. അനവരതം പാടുകയായി വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദന സമ്മോദം. നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തെ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാദമുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തെ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാദമുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വേദിക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ദിവസക്രാരിയിൽ വാഴുന്ന അങ്ങയുടെ തിരുമുമ്പിൽ കത്തിജ്വലിക്കുന്ന ദീപമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാതൃസഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ മറിയം ത്രേസ്യയെ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ അന്ധകാരുണ്യത്തെ എന്നുമെന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദിവ്യവചസ്സുകൾ പ്രാവർത്തികമാക്കി നിരാലംബരെ സഹായിക്കാൻ സന്നദ്ധതയായി യേശു സാക്ഷിയായി ജീവിച്ച അമ്മയുടെ മധ്യസ്ഥ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ദൈവശക്തിക്ക് മീതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച വിശുദ്ധ മറിയം ത്രേസ്യ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ മനസ്സും എൻ്റെ മനസ്സും ഒന്നായി തീരണമെന്ന് പ്രാർത്ഥിച്ച അമ്മേ, ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപകടങ്ങളും പ്രലോഭനങ്ങളും തിന്മയിലേക്കുള്ള സ്വാധീനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രവണതകളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവ അറിവിലും ഭക്തി ചൈതന്യത്തിലും വളരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഹായിക്കണമേ. അഗതികളെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി എത്രയോ വലുതെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ജീവിത മാതൃകയിലൂടെ കരുണാർദ്ര സ്നേഹം പങ്കുവയ്ക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്ത അമ്മേ, സഹോദരനോട് സ്നേഹാർദ്രതയോടും അലിവോടും കൂടെ വർത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദിവ്യരക്ഷകനായ മെസിഹായെ, അങ്ങയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് സഹനങ്ങളെ ഏറ്റുവാങ്ങിയ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാധ്യസഹായം തേടി വന്നിരിക്കുന്ന ഈ ദാസരെ അങ്ങ് ആശീർവദിക്കണമേ. ജീവിത ക്ലേശങ്ങളിൽ അങ്ങയുടെ കരം കാണുവാൻ, സന്തോഷ സന്താപങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇവരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അങ്ങേ ശാന്തിയും സമാധാനവും വർഷിക്കണമേ. ഇവരുടെ ഓരോ നല്ല സംരംഭത്തിലും നീതിപൂർവകമായ ആവശ്യങ്ങളിലും അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ നൽകണമേ. യേശുവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് തലമുറിക്കാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും സമാധാനവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥ്യവും സഹായവും നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ ജീവിത നിയോഗങ്ങളുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുണ്യവതി